വാണിയംകുളം പഞ്ചായത്തിന് മുമ്പിൽ ധർണ സംഘടിപ്പിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് പഞ്ചായത്ത് കമ്മിറ്റി. വ്യാഴാഴ്ചയാണ് ധർണ സമരം നടക്കുന്നത്. വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് വാണിയംകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച പഞ്ചായത്തിന് മുൻപിൽ ധർണ സമരം സംഘടിപ്പിക്കും. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്യും. MP ഫണ്ടിൽ നിന്നും അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾ പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കാൻ അനുവദിക്കുക, വാണിയംകുളം മാന്നന്നൂർ വാണിയംകുളം കോതകുറിശി റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, അശാസ്ത്രീയമായ മാന്നന്നൂർ ഉരുക്ക് തടയണ നിർമ്മാണം തുടങ്ങി നിരവധി വിഷയങ്ങൾ പഞ്ചായത്തിന്റെയും പൊതുജനത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്താനായാണ് കോൺഗ്രസ് വാണിയംകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുൻപിൽ ധർണ സമരം സംഘടിപ്പിക്കുന്നത്. നിങ്ങളുടെ ഈ സൂത്രവും തട്ടിപ്പ് ഫ്രീ ആൻഡ് ഫെയർ എന്ന് പറഞ്ഞാൽ അത് ഫ്രീ ആൻഡ് ഫെയർ ആയ ഇലക്ഷൻ എല്ലാവരും ഒരുപോലെ മത്സരിക്കട്ടെ, കൂടുതൽ ഇതുള്ളവർ ജയിക്കട്ടെ. എന്ത് അതിന് തയ്യാറാവാതെ സൂത്രത്തിൽ വോട്ട് ഈ ഇപ്പോഴും പല സ്ഥലത്തും റോഡ് നേരെയാക്കുന്നുണ്ട്, റോഡ് പണി നടക്കുന്നുണ്ട്. ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്ഥാപിക്കാൻ വേണ്ടി ത്രാങ്ങാലിയിലും ചോറൂട്ടൂരും ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈമാസ്റ്റ് ലൈറ്റ് MP കൊടുത്താൽ അതിന്റെ മെയിൻ്റനൻസ് ചാർജ് കൂടുതലായതുകൊണ്ട് അത് വേണ്ട, ആ പണം ലൈൻ എക്സ്റ്റൻഷൻ ഉപയോഗിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞാണ് BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ പ്രമേയം പാസാക്കി കളക്ടർക്ക് അയച്ചു കൊടുത്തു. അതാണ് ഞാൻ പറയാൻ പോകുന്ന അടുത്തൊരു പോയിന്റ് എന്താ വെച്ചാൽ, ഇത് മുഴുവൻ നടക്കുമ്പോ പഞ്ചായത്തിൽ പ്രതിപക്ഷമുണ്ട്. ആ പ്രതിപക്ഷം ഇതുവരെ BJPയും CPMഉം സംയുക്തമായിട്ടാണ് ഇതിനെ എതിർക്കുന്നത്. കാരണം ഇതിനെ ചോദ്യം ചെയ്യേണ്ടത് പ്രതിപക്ഷമാണ്. ഈ അടുത്ത ഒരു ബാങ്ക് ഇലക്ഷൻ നടന്നു, നമ്മളൊക്കെ എവിടെയും നടക്കാത്തതാണ്. ആ ബാങ്ക് ഇലക്ഷൻ കോൺഗ്രസ് നോമിനേഷൻ കൊടുത്ത സമയത്ത് BJP നോമിനേഷൻ കൊടുത്തിട്ടില്ല. അവിടെ ബാങ്ക് ഇലക്ഷൻ വിജയിച്ചു വിജയിച്ചില്ല, അല്ലെങ്കിൽ വോട്ട് കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ളതല്ല. അപ്പോ 5 പേരിൽ നിന്ന് പ്രതിപക്ഷം ഇന്ന് വരെ ഒരു പ്രതിഷേധ സമരം ആ പഞ്ചായത്തിനെതിരെ നടത്തിയിട്ടില്ല. അപ്പോ പഞ്ചായത്തിലെ പ്രതിപക്ഷത്തിന്റെ BJPയുടെ ചില വാർഡുകളിലേക്ക് CPMന്റെ വാർഡുകൾ കിട്ടുന്നതിനേക്കാൾ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. BJPയുടെ ചില വാർഡുകളിലേക്ക് CPM ജനപ്രതിനിധികൾക്ക് കിട്ടുന്നതിനേക്കാൾ സംഖ്യ കൊടുത്തിട്ടുണ്ട്. അതാണ് അവിടുത്തെ. അപ്പൊ ഇതൊരു കൂട്ടുകച്ചവടമാണ്. അവർക്ക് പരാതിയില്ല. ഒരു പഞ്ചായത്തിൽ ചോദ്യം ചെയ്യാൻ, കാരണം കോൺഗ്രസിനൊരു സീറ്റും ഇല്ല. ഞങ്ങളിത് ജനങ്ങളിൽ എത്തിക്കാൻ ഇന്നത്തെ ഏക മാർഗം എന്ന് പറയുന്നത് ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ആണ് എന്നത് യാതൊരു സംശയമില്ല. വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ നടക്കുന്ന ധർണ സമരം KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അത് തുടങ്ങുന്ന ഇവിടെ ആ പ്രദേശത്തുള്ളവർക്കും അറിയാം, അല്ലാത്തവർക്കും അറിയാം. ആ റോഡ് വളരെ മോശമായ അവസ്ഥ. അതിനെതിരെ 2 പഞ്ചായത്തുകളും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ ബേസിക്കലി ജനങ്ങളോട് ഒരു വെല്ലുവിളി നടത്തിക്കൊണ്ട് പോകുന്ന രീതിയിലാണ് ഭരണം പോകുന്നത്. പിന്നെ വാണിയംകുളത്ത് റോഡ് വീതി കൂട്ടി ഡ്രെയിനേജിന്റെ വർക്കുകൾ നടത്തി. ഈ ഡ്രെയിനേജ് വെക്കുമ്പോൾ സാധാരണ നിലയ്ക്ക് ഫുട്പാത്തിൽ നമുക്ക് കാണാം, അത് മൂടുന്ന സമയത്ത് ഡ്രെയിനേജ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗത്തും ഓരോ പോയിന്റ്സ് വെക്കും. മൊത്തമായി മൂടിക്കഴിഞ്ഞ് നാളെ ഇത് അടഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എവിടെയെങ്കിലും ഇത് പിന്നെ പൊളിക്കണം. അപ്പൊ അതിന് സാധാരണ നിലയ്ക്ക് ഒരു ഹോള്, മാൻഹോൾ പോലെ ഒരു സംവിധാനങ്ങൾ വെക്കേണ്ടതാണ്. അതായത് ഒരു പരിപാടി നടത്തുമ്പോൾ അതിന് ശാസ്ത്രീയതയില്ല. ഇതൊരു ഭാവിയിലേക്ക് വേണ്ട നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് ഭാവിയിലേക്ക് ഒരു കാഴ്ചപ്പാട് വേണം. ചില പദ്ധതികൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 5 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ ഒരു കാലയളവിലേക്കോ ഒരു ഭരണ കാലയളവിലേക്കോ ഉള്ള പദ്ധതികളുമായിട്ടല്ല ഒരു ഭരണസമിതി പോകുന്നത്. നമ്മളൊരു ഭരണം ഏറ്റെടുക്കുമ്പോൾ, ഒരു മെമ്പർ ആയി കഴിഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുക്കുമ്പോൾ. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. ശിവപ്രകാശ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MP പ്രേംകുമാർ എന്നിവർ പങ്കെടുത്തു. പദ്ധതികൾ നമ്മളത് മുഴുവൻ നടപ്പിലാക്കാതെ വരുമ്പോൾ ജനങ്ങളോട് ഞങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാകുകയാണ്. അപ്പൊ പഞ്ചായത്ത് ഞങ്ങളെ എല്ലാ നിലയ്ക്കും ദുർബലപ്പെടുത്താൻ ശ്രമിക്കുക. പഞ്ചായത്ത് ശക്തരാകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അവസാനം ഈ ഇപ്പൊ കഴിഞ്ഞ എല്ലാ വാർഡ് കമ്മിറ്റികളും സജീവമാക്കി കോൺഗ്രസ്. പിന്നെ മിക്കവാറും ഏറ്റവും ശക്തമായ പ്രദേശത്ത് കൂടുതൽ ശക്തി കേന്ദ്രീകരിച്ചു ഗൃഹസമ്പർക്ക പരിപാടികൾ, അതുപോലുള്ള മീറ്റിങ്ങുകൾ എല്ലാ മാസവും. കഴിഞ്ഞ വർഷം 1-ാം തീയതി 1-ാം വാർഡ്, 2-ാം തീയതി 2-ാം വാർഡ്, 3-ാം തീയതി 3, അങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. അതെല്ലാ പ്രദേശത്തും ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അതിവിടെ മറ്റു പ്രദേശത്ത് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തുടങ്ങിയ പഞ്ചായത്ത് വാണിയംകുളം കോൺഗ്രസ്. അപ്പോൾ ഇത് KPCCയുടെയോ DCCയുടെയോ ബ്ലോക്കിന്റെ അല്ല. ഇത് ഞങ്ങൾക്ക് സ്വയം ഇതിൽ നിന്നൊരു പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, പാർട്ടി പ്രവർത്തനങ്ങളായിട്ടാണ്. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ തന്നെയാണ് തീരുമാനം. 20 വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നാണ് തീരുമാനം. പല സമയത്തും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ, അത് വർഷങ്ങളായിട്ടുള്ളതാണ്. കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രം എന്ന് പറയാൻ പറ്റില്ല. എന്നിട്ടും പല വാർഡുകളിലും കഴിഞ്ഞ പ്രാവശ്യം എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി. ഇത്തവണയും 20 വാർഡുകളിൽ നിർത്തി.
വാർഡിൽ സ്ഥാനാർത്ഥി ബാങ്കിൽ 13 ഡയറക്ടർമാരെ നിർത്താൻ ഞങ്ങൾ നിർത്തിയല്ലോ, ഒരെണ്ണം തള്ളിപ്പോയത്. ബാങ്ക് ഇലക്ഷനെ നേരിടാൻ എത്ര ഈ പ്രദേശത്ത് കോൺഗ്രസ് ശക്തമുള്ള പ്രദേശങ്ങളിൽ എത്ര ഏരിയകളിൽ കോൺഗ്രസ് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്? CPM ഏത് ബാങ്കിനെതിരെ കൊടുത്തത്? ഒറ്റപ്പാലത്ത് ഇലക്ഷൻ ബാങ്ക്, ഞങ്ങൾ ബാങ്കിന് ഇലക്ഷൻ കൊടുത്തവരാ വർഷങ്ങളായിട്ട്. ഇന്നത്തെ തലമുറയ്ക്ക് ബാങ്ക് ഇലക്ഷൻ എന്താണെന്ന് അറിയില്ല. ഉന്നതങ്ങളിൽ നിന്ന് വിളി വന്നു, CPM അതിന് ഒഴിവാക്കാൻ പറഞ്ഞു. നമുക്ക് ഇത്രയും കാലം ഇല്ലാത്തൊരു മാറ്റം വരുത്തണം. അവിടെ മുതലാണ് പാർട്ടി ഇപ്പൊ ശക്തി. ആ ബാങ്ക് ഇലക്ഷനാണ് അതിന്റെ ഒരു നിർണായകമായ ഞങ്ങളുടെ അഭിപ്രായം. അവിടെ മുതലാണ് പാർട്ടി തീരുമാനമെടുത്തു. ഇനി പഞ്ചായത്തിലും അതുപോലെ ആൾക്കാരുമായിട്ട് ഇടപെടേണ്ട, അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരം കാണാൻ പോകുന്നത്. ഞങ്ങൾ അവർക്ക് വേണ്ടി കത്തുകൾ കൊടുക്കലും അതുപോലെ ചെയ്ത് MP കൊണ്ട് കിട്ടുന്ന സഹായങ്ങളും കൂടി MP ചെയ്യുന്നത്. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.